ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തെ നമ്മൾ ഓരോരുത്തരും എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് പല രീതിയിലാവും. ക്രിസ്റ്റഫർ നോളന്റെ സിനിമകളിലൂടെ ബാറ്റ്മാനെ പരിചയപ്പെട്ടവരുണ്ടാവാം. ചിലപ്പോൾ അതിനൊക്കെ മുന്നേ തൊട്ട് കോമിക്സ് വായിക്കുന്നവരും ഉണ്ടാവാം. അപ്പൊ ഈ ബാറ്റ്മാൻ എന്ന ക്യാരക്ടർ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, എന്തായിരുന്നു ആ ക്യാരക്ടറിന്റെ ജേർണി? പല രീതിയിലും പല റൈറ്റേഴ്സ് ആണല്ലോ ഈ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിനെ ഓരോ ടൈമിലും അവതരിപ്പിച്ചിരിക്കുന്നത്. സോ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ബാറ്റ്മാൻ എന്തെങ്കിലും ഇവോൾവ്മെന്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ബ്രൂസ് വെയിൻ എന്ന മനുഷ്യന്റെ ഐഡന്റിറ്റി, സീക്രട്ട് ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ് ബാറ്റ്മാൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ആവുന്നത്? ബ്രൂസ് വെയിന് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വെൽത്ത് ആയിട്ടുള്ള ഫാമിലി ജനിച്ച മനുഷ്യനാണ്. പക്ഷെ അയാളുടെ പേരൻസ് തോമസ് ആൻഡ് മാർത്ത ഒരു സ്ട്രീറ്റിലൂടെ ഇവർ പോകുമ്പോൾ റോബറി അറ്റാക്കിന്റെ ഇടയ്ക്ക് ഇവർ മർഡർ ചെയ്യപ്പെടുന്നു. അപ്പൊ കുഞ്ഞായിരിക്കുന്ന ബ്രൂസ് വെയിൻ ഇത് കാണുകയും അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും ചെയ്യാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഗോതം എന്ന് പറഞ്ഞ സിറ്റിയിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. ഈ ക്രൈംസിനെ എങ്ങനെയെങ്കിലും പ്രിവെന്റ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ഈ കുട്ടിയുടെ മനസ്സിൽ ഉത്ഭവിക്കുന്നു. 1939 ബിൽ ഫിഞ്ചർ എന്ന എഴുത്തുകാരനും ബോബ് കെയ്ൻ എന്ന ആർട്ടിസ്റ്റും ചേർന്നാണ് ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിറ്റക്റ്റീവ് കോമിക്സിന്റെ 27ാമത്തെ ഇഷ്യൂവിൽ 6 പേജുള്ള ഒരു കഥയായിട്ട് വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സ്റ്റോറി. അന്നത്തെ ബാറ്റ്മാൻ ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഒരു സൂപ്പർ ഹീറോ എലമെന്റിലോ ഒരു സൂപ്പർ ഹീറോ കൺസെപ്ഷനിലോ ഒന്നുമല്ല ഈ ക്യാരക്ടറിനെ അവർ ഫോം ചെയ്യുന്നത്. ഒരു മർഡർ കേസ് അന്വേഷിക്കുന്ന ആ ഗോതം സിറ്റിയിൽ നടക്കുന്ന ഒരു മർഡർ, അതിനകത്ത് ഓൾറെഡി ഡിറ്റക്റ്റീവ് ഗോർഡൻ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ആണ്, കമ്മീഷണർ ആണ് ഗോതം സിറ്റിയുടെ. ആ കമ്മീഷണറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് മാത്രമാണ് ബാറ്റ്മാൻ. ഈ കഥയുടെ എൻഡിങ്ങിലാണ് ആൾക്കാരെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ബ്രൂസ് വെയിൻ എന്ന കഥാപാത്രമാണ് ബാറ്റ്മാൻ എന്ന് റിവീൽ ചെയ്യുന്നത്. അന്നത് റീഡേഴ്സിനെ ഒരുപാടധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം മില്യൺസ് ഓഫ് കോപ്പി ഈ ഒരു ഒറ്റ സ്റ്റോറിയുടെ തന്നെ വിറ്റുപോയിട്ടുണ്ട്. ഈ സമയം അമേരിക്ക ഭയങ്കര ഗ്രേറ്റ് ഡിപ്രഷന്റെ ഒരു കാലഘട്ടമാണ്. അന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് അവർക്ക് ഒന്നിലും ഫെയ്ത്ത് ഇല്ല. അതോറിറ്റീസിലോ ഗവൺമെന്റിലോ ഒന്നും ഫെയ്ത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ, അതായത് തെറ്റ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യാനായിട്ട് ഒരു ഹീറോ, ഒരു ക്യാരക്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതാണ് ഈ ക്യാരക്ടറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത്. 1940s വരുമ്പോൾ വേൾഡ് വാർ ഫേസ് ചെയ്യുന്ന ഒരു അമേരിക്ക നമുക്ക് കാണാം. അപ്പം അവിടെ അമേരിക്കയിലുള്ള ആൾക്കാർക്ക് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെ ആവശ്യമില്ല. അവർക്ക് കുറച്ചും കൂടി ഒരു കൾച്ചർ, അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഹീറോയാണ് അവർക്ക് ആവശ്യം. അപ്പൊ ഡാർക്ക് വിജിലാൻഡി എന്നുള്ള ഒരു ക്യാരക്ടറൈസേഷനിൽ നിന്ന് ഒരു കൾച്ചറൽ ഐക്കണായിട്ട് ഈ ഒരു ഡെക്കേഡിൽ ബാറ്റ്മാൻ ക്യാരക്ടറിനെ റൈറ്റേഴ്സ് മാറ്റുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് ബാറ്റ്മാൻ എന്ന് പറയുന്ന ടൈറ്റിലായിട്ട് അവർക്ക് കിട്ടുന്നത്. സൂപ്പർമാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ കിട്ടുന്ന ആദ്യത്തെ പിന്നീടുള്ള ഒരു ഹീറോയാണ് ബാറ്റ്മാൻ. ഈ 1940s കുറെ അഡീഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്മാന്റെ എനിമിയാണ് ജോക്കർ. ജോക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കഥകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ജോക്കറിന് എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് എനിമി ആവുന്നത്? ജോക്കർ എപ്പോഴും ഒരു അനാർക്കിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർഡറിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ജോക്കറിന് മണിയോ ഗ്രീഡോ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങളും ഇല്ല. ജോക്കറിന് ഒറ്റ എയിമേ ഉള്ളൂ, സമാധാനമായിട്ട് പോകുന്ന ഒരു സ്ഥലത്തെ ഇല്ലാണ്ടാക്കണം, അവിടുത്തെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യണം, വേൾഡ് ഒരിക്കലും നല്ലതല്ല, മനുഷ്യർ ഒരിക്കലും നല്ലതല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബാറ്റ്മാന്റെ എയിം തന്നെ. ബാറ്റ്മാന്റെ ഗോൾ എന്ന് പറയുന്നത് ഗോത്തം എന്ന് പറഞ്ഞ സിറ്റിയെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ പീസ്ഫുൾ ആയിട്ടും ലീഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഓർഡറും ഒരു ഡിസിപ്ലിനുമാണ് ബാറ്റ്മാന്റെ എയിം. ഇതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള റൈവലറി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഹിസ്റ്ററിയിൽ തന്നെ നിലനിൽക്കുന്നത്. മറ്റൊരു കാര്യം ഈ ഒരു 1940s നടക്കുന്നത്, റോബിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റോബിൻ ആൻഡ് ബാറ്റ്മാൻ ഒരു ഡ്യുവോ, ഒരു ഡൈനാമിക് ഡ്യുവോ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇവരുടെ പാർട്ട്ണർഷിപ്പിനെ ആൾക്കാർ ഭയങ്കര അധികം എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ റോബിൻ വരുമ്പോഴത്തേനും റോബിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി, അതായത് റോബിന്റെ പേരൻസും മർഡറിലൂടെ മരിച്ചവരാണ് എന്നുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷനാണ് ബാറ്റ്മാൻ അവനോട് തോന്നുന്നത്. അപ്പൊ ഒരു മെന്റർ, ഒരു ഫാദർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ബാറ്റ്മാനും റോബിനും തമ്മിൽ ഉണ്ടാവുന്നത്. ആൻഡ് ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു അഡിക്ഷനാണ് കാറ്റ് വിമൻ. ഒരു സ്ത്രീ കഥാപാത്രം കൂടെ ആഡ് ആവുന്നു. ഈ കാറ്റ് വിമനെ ഒരു
റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എതിരാളിയായിട്ടൊന്നും ബാറ്റ്മാൻ കാണുന്നില്ല. ബാറ്റ് വുമൻ റെപ്രസെന്റ് ചെയ്യുന്ന ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തീഫ്, ഒരു നെക്ലസ് മോഷ്ടിക്കുന്ന കഥയിലാണ് അവർ വരുന്നത്. അപ്പൊ ഇമ്പൾസീവ് ആയിട്ട് അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ബാറ്റ്മാൻ ഒരു വില്ലൻ ആയിട്ടൊന്നും കാറ്റ് വുമനെ കാണുന്നില്ല എന്നും നമുക്ക് 1940s കോമിക്സിലൂടെ മനസ്സിലാക്കാം. 1950s നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ബാറ്റ്മാന്റെ ഒരു ക്യാരക്ടർ എവല്യൂഷൻ സംഭവിച്ചു. ആക്ച്വലി ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിന്റെ റൂട്ടിൽ നിന്ന് പറിച്ച് നടപ്പെട്ട ഒരു വർഷമാണ് 1950s. വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞു, ആൾക്കാരുടെ മെന്റാലിറ്റി ഒക്കെ മാറി. ആ സമയത്ത് ആൾക്കാർ ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള നോർമൽ കോമിക്സിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. കുട്ടികളെ ഈ ഡാർക്ക് ആയിട്ടുള്ള കോമിക്സ് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരു സൈക്കോളജിസ്റ്റ് ഫ്രെഡറിക് വെർത്തം എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബുക്ക് വരെ ഇതിനെതിരെ എഴുതി. അപ്പോൾ ഡാർക്ക് കോമിക്സ് ഇനി അത്രയും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ കോമിക് കോഡ് അതോറിറ്റി എന്നൊരു റൂള് വരെ കോമിക്സിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനപ്പുറത്തേക്കിന് ഡാർക്ക് ആയിട്ടുള്ള എലിമെന്റ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വന്നപ്പോ ബാറ്റ്മാൻ ക്യാരക്ടറിന് ഒരുപാട് ചേഞ്ചസ് വന്നു. ഇത്രയും നമ്മൾ കണ്ടിരിക്കുന്ന ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു ട്രോമയിൽ നിന്ന് ഗോത്തം സിറ്റിനെ അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് നിന്ന് ആ പെർട്ടിക്കുലർ സിറ്റിനെ രക്ഷപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, പിന്നീട് നമ്മൾ കാണുന്നത് സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനിലൂടെ, അതായത് പല പ്ലാനറ്റ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന, സ്പേസ് അഡ്വെഞ്ചേഴ്സ് ഒക്കെ നടത്തുന്ന, ടൈം ട്രാവൽ ഒക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് കോമിക് സ്റ്റോറീസ് ആയിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ഡെക്കേഡ് മുഴുവൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് മറ്റൊരു അലിഗേഷൻ വന്നത് ബാറ്റ്മാന്റെയും റോബിന്റെയും റിലേഷൻഷിപ്പ് ഹോമോസെക്ഷൽ ആണ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു. അതായത് ഇതും കുട്ടികളെ വളരെയധികം നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ റൈറ്റേഴ്സും ക്രിയേറ്റേഴ്സും ഫോഴ്സ്ഡ് ആയി കുറച്ചും കൂടെ വിമൻ ക്യാരക്ടേഴ്സിനെയും കൂടെ ഈ ബാറ്റ്മാൻ സീരീസിലേക്ക് ആഡ് ചെയ്യാൻ. അങ്ങനെയാണ് ബാറ്റ് വിമൻ എന്ന ക്യാരക്ടർ വരുന്നത്. ബാറ്റ് വിമൻ ബാറ്റ്മാനുമായിട്ടൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഫോം ആകുന്ന രീതിയിലും കോമിക് സ്റ്റോറീസിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1960s ശരിക്കും പറഞ്ഞാൽ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിന്റെ പോപ്പുലാരിറ്റിയെ നഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ കുറെ ചേഞ്ചസ് വരുത്തിയത് കൊണ്ട്. ഇത് റിവൈവ് ചെയ്യുന്നത് 1964 ആദ്യത്തെ ടെലിവിഷൻ സീരീസ് ബാറ്റ്മാന്റെ പേരിൽ വരികയാണ്. ആഡം വെസ്റ്റ് ആണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാറ്റ്മാനെ നമ്മൾ ആദ്യം കണ്ട ഒരു ഡാർക്ക് വിജിലാൻഡി ഒന്നുമല്ല, ഒരു കോമിക് ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോമഡി ഒക്കെ ചെയ്യുന്ന, ഹ്യൂമറസ് ആയിട്ടുള്ള, വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറാണ്. ഇതിലും ആൾക്കാർ അത്രയൊന്നും ഹാപ്പി അല്ല. കാരണം ബാറ്റ്മാൻ ഒരു റൂട്ട് ഉണ്ട്, അയാളെ എക്സിസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ആ പേഴ്സണൽ ട്രോമ കൊണ്ടാ. ഈ ട്രോമയോ ഈ പെയിനോ ഒന്നും ഈ പർട്ടിക്കുലർ ടൈമിലുള്ള ക്യാരക്ടേഴ്സിലൂടെ ഒന്നും ആൾക്കാർക്ക് കിട്ടുന്നില്ല. അപ്പൊ സൊസൈറ്റിയുടെ കുറെ ക്രിറ്റിസിസം കാരണമാണ് മാറ്റിയതെങ്കിൽ പോലും കോർ ആയിട്ടുള്ള റീഡേഴ്സ് ഒട്ടും ഹാപ്പിയോ സാറ്റിസ്ഫൈഡോ ആയിരുന്നില്ല ഈ സമയങ്ങളിൽ ഇറങ്ങിയ കോമിക്സിൽ. 1970s അമേരിക്കയിൽ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിയറ്റ്നാം വാർ, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം. നമുക്കറിയാവുന്ന പോലെ ജോൺ എഫ് കെന്നഡി, മാർട്ടിൻ ലൂതർ, ഇവരൊക്കെ മരിക്കുകയാണ്. അപ്പം അമേരിക്ക എന്ന് പറഞ്ഞൊരു അർബൻ ക്രൈം കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഇത് പതുക്കെ പതുക്കെ കോമിക്സിലേക്കൂടെ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. ഗോത്തം സിറ്റി ഒരു അർബൻ സ്പേസ് ആയിട്ടും അവിടെ കുറെ ക്രൈംസ് നടക്കുന്നതായിട്ടും അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ബാറ്റ്മാനെ യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണിച്ചു തുടങ്ങി. അപ്പം 1960s ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഒരു പോർട്രേൽ വന്നു. കംപ്ലീറ്റ്ലി എന്നാലും ആയിട്ടില്ല. ഈ സമയത്താണ് ആന്റി ഹീറോ കോൺസെപ്റ്റ് സിനിമകളിലൂടെ അമേരിക്കയിൽ പോപ്പുലർ ആവുന്നത്. ഗോഡ് ഫാദർ എന്ന സിനിമയിലും ടാക്സി ഡ്രൈവറിലും ഒക്കെ പ്രൊട്ടാഗണിസ്റ്റ് ഒരു ആന്റി ഹീറോ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരാളായിട്ട് വരുമ്പോൾ ഇത് ബാറ്റ്മാൻ ക്രിയേറ്റേഴ്സിന് ഒരു പെർട്ടിക്കുലർ ഊർജം കൊടുക്കുന്നുണ്ട്, ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് പോർട്രേ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ കണ്ട ആ പോപ്പ് കൾച്ചറൽ ഐക്കളിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കായിട്ട്, മിസ്റ്റീരിയസ് ആയിട്ട്, മാസ്റ്റ് അല്ലെ ഷാഡോയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബാറ്റ്മാനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ കാലഘട്ടത്തിൽ ഈ സിനിമകൾക്ക് ഒരു വലിയ ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ 1980s ആൾക്കാർക്ക് തോന്നി തുടങ്ങി ഈ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിന്റെ ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് കൂടെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന്. കാരണം ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ പോലെയല്ല ബ്രൂസ് വെയ്ൻ ഒരു സാധാരണ മനുഷ്യനാണ്. അയാളുടെ വെൽത്ത്, അയാളുടെ സാമ്പത്തികം ഉപയോഗിച്ചിട്ടാണ് അയാൾ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അയാളുടെ പേഴ്സണൽ എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള റിയലൈസേഷനിലാണ് ഫ്രാങ്ക് മില്ലർ എന്ന് പറയുന്ന ആള് ക്രിയേറ്റ് ചെയ്ത ദ ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് എന്ന് പറയുന്ന കഥയില് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്മാനെ ആദ്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്.
അവിടെ കാണിക്കുന്നത് ബാറ്റ്മാൻ റിട്ടയർ ആയി, കുറച്ച് നാളൊന്നും ഗോത്തമിൽ ഇല്ലായിരുന്നു, പിന്നീട് റിട്ടേൺ ചെയ്യുവാണ് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ. ഇപ്പം ഇവിടെ കാണിക്കുന്ന ബാറ്റ്മാന് അയാൾ ചെയ്യുന്ന ആക്ഷൻസിന് കോൺസിക്വൻസസ് ഉണ്ട്. അയാളുടെ ഫിസിക്കൽ ബോഡി വീക്ക് ആവാം, അയാൾക്ക് പ്രായം ആവുന്നതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളൊരു ഹ്യൂമൻ സൈഡ് ഓഫ് ബാറ്റ്മാനെ കോമിക്സിലൂടെ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് അന്നൊരു വളരെ ഡെയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 1987 ബാറ്റ്മാൻ ഇയർ 1 എന്ന് പറയുന്ന മറ്റൊരു മേജർ സ്റ്റോറി വരുന്നത്. ഈ സമയത്ത് ബാറ്റ്മാൻ ആയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം എന്തൊക്കെയാണ് ബ്രൂസ് വെയിൻ ചെയ്തത്, അയാൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, അയാൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അത്. അങ്ങനെ മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ വൾണറബിൾ ആയിട്ടുള്ള ബാറ്റ്മാൻ്റെ ഒരു സൈഡ് റെപ്രസെന്റ് ചെയ്ത് തുടങ്ങുകയും പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 1980s അവസാനം 1989 ഒരു ഫസ്റ്റ് മൂവി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൂവി വരികയാണ്, ടിം ബർട്ടന്റെ ദ ബാറ്റ്മാൻ എന്ന് പറയുന്ന മൂവി. ഇതില് ജോക്കറാണ് വില്ലനായിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ട് ഒരു ഗോത്തിക് ഹീറോ ആയിട്ടാണ് ബാറ്റ്മാനെ ഈ പെർട്ടിക്കുലർ മൂവിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തില് ബാറ്റ്മാനും നമ്മുടെ കമ്മീഷണർ ഗോർഡനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഇത്രയും കോമിക് സീരീസ് നമ്മൾ കാണുമ്പോഴൊക്കെ കമ്മീഷണർ, ഗോതം സിറ്റിയുടെ കമ്മീഷണർ ആണ്, കേസ് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു സൈഡ് ക്യാരക്ടർ പോലെയായിരുന്നു അത്രയും നാള് കമ്മീഷണറെ റെപ്രസെന്റ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് എലോങ് വിത്ത് ബാറ്റ്മാൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഹ്യൂമനൈസ്ഡ് വേർഷൻ കുറച്ചുകൂടി ഇന്റൻസ് ആവുന്നത് 1990s എസ്പെഷ്യലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോമിക് സ്റ്റോറി ദ നൈറ്റ് ഫോൾ എന്ന് പറയുന്നത് റിലീസ് ആവുന്നു. ഇവിടെയാണ് നമ്മുടെ ഹീറോയിക് ആയിട്ടുള്ള അനദർ മേജർ വില്ലൻ ബെയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോളനും ബെയിനിന്റെ ക്യാരക്ടറിനെ വെച്ചിട്ട് മൂവീസിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ബെയിൻ എത്രത്തോളം പവർഫുൾ ആണെന്ന്. ബെയിൻ ചെയ്തൊരു കാര്യം, ബെയിൻ റിയലൈസ് ചെയ്തു ബാറ്റ്മാനിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അയാൾ ഒരു ഹ്യൂമൻ ആണെന്നുള്ളത്. സോ ഇത് ഹിസ്റ്റോറിക് മൊമെന്റ്. കാരണം ഒരു വില്ലന്റെ മുന്നിൽ ബാറ്റ്മാൻ ആദ്യമായിട്ട് ലോസ്റ്റ് ആവുകയാണ്, അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ബെയിൻ ആദ്യം ചെയ്തത് ഈ ബാറ്റ്മാൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുന്നേ ഉണ്ടായിരുന്ന എല്ലാ വില്ലൻസിനെയും കൂടെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കൂട്ടിയിടുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ വോള് തകർത്ത് ഈ വില്ലൻസിനെ എല്ലാം ബെയിൻ റിലീസ് ചെയ്യും. അതിൽ ജോക്കർ ഉണ്ട്, സ്കെയർ ക്രോ ഉണ്ട്, ടൂ ഫേസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ വന്ന് ഇവരെ എല്ലാം ബാറ്റ്മാൻ അറ്റാക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ബെയിൻ വരുന്നത്. അപ്പം ബാറ്റ്മാന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ കോമിക് സീരീസിൽ കാണിക്കുന്നത് ബെയിൻ ബാറ്റ്മാനെ ഫിസിക്കലി തകർത്തെടുന്നതായിട്ടാണ്. ഇതിനാണ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ബാറ്റ് എന്ന വലിയൊരു ഫ്രേസ് തന്നെ ഇവോൾവ് ആയിരുന്നു. ബ്രേക്കിംഗ് ഓഫ് ദ ബാറ്റ് എന്ന് പറയുന്നത് ബെയിൻ ബാറ്റ്മാനെ സ്പൈൻ ഒടിച്ച് ഇടുന്ന ആ ഒരു പെർട്ടിക്കുലർ സീനെയാണ്. ഇപ്പൊ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബാറ്റ്മാൻ അസ്രയേൽ എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറിനെ ബാറ്റ്മാൻ ആയിട്ട് കൺസിഡർ ചെയ്ത് അവനെ ഈ ബാറ്റ്മാൻ ദൗത്യങ്ങളൊക്കെ ഏൽപ്പിക്കും. പക്ഷെ ഈ അസ്രയേല് ഒരു പ്യോർ ആയിട്ടുള്ള സോൾ അല്ല ബാറ്റ്മാനെ പോലെ, ബ്രൂസിനെ പോലെ. സോ എന്ത് ചെയ്യും, അയാൾ അസ്രയേൽ കറക്റ്റഡ് ആവും. പിന്നീട് നമ്മുടെ ബ്രൂസ് വെയിന് ഈ അസ്രയേലിനെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ബാറ്റ്മാൻ വേഴ്സസ് ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻകൗണ്ടറും കൂടെ ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. അസ്രയേലിനെ ഫൈറ്റ് ചെയ്യും, ഫിസിക്കലി ഒന്നുമല്ല, മോറൽ സ്ട്രെങ്ത് കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് 1996 കുറച്ചുകൂടെ ഹ്യൂമൻ ആയിട്ടുള്ള വേർഷൻ നമ്മുടെ മുന്നിൽ കോമിക്സിലൂടെ കാണാൻ പറ്റുന്നത്. 1999 നോമാൻസ് ലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു കോമിക് സ്റ്റോറി വന്നു. അവിടെ ഗൗതം എന്ന് പറയുന്ന സിറ്റിയെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ സിറ്റി ഭയങ്കരമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ കറപ്ഷൻ കാരണം. നമ്മുടെ ബാറ്റ്മാനും അതുപോലെ കമ്മീഷണറും കൂടെ ചേർന്ന് ആ സിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് ആ സ്റ്റോറിയിൽ കാണിക്കുന്നത്. 1992 മേജർ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ബാറ്റ്മാന്റെ ആനിമേറ്റഡ് സീരീസ് റിലീസ് ചെയ്യുവാണ്. ബാറ്റ്മാന്റെ ആനിമേറ്റഡ് സീരീസ് എന്നാണ് അതിന്റെ പേരും. അവിടെയാണ് നമ്മുടെ ഹാർലി ക്യൂൻ എന്ന് നമ്മൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു സമയത്ത് കുറെ കൂടെ മൂവീസ് ബാറ്റ്മാൻ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. ബാറ്റ്മാൻ ദ റിട്ടേൺസ് എന്ന് പറയുന്നത് ബേർട്ടന്റെ സീക്വലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ദ ബാറ്റ്മാൻ എന്ന് പറയുന്ന ഫസ്റ്റ് മൂവിയുടെ സീക്വലായിട്ട് ബാറ്റ്മാൻ റിട്ടേൺസ് വരുന്നു. ഷൂമാക്കർ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മറ്റ് 2 സിനിമകൾ, ബാറ്റ്മാൻ ഫോർ എവർ, ബാറ്റ്മാൻ ആൻഡ് റോബിൻ, ഇങ്ങനെ 2 സിനിമകളും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ പറയുന്ന പോലെ ഹൈലി സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. ഈവൻ കുറെയൊക്കെ ക്രിട്ടിക്കലി
ക്രിട്ടിക്കലി ആൾക്കാർ അതിനെ അനലൈസ് ചെയ്യുന്നത് വളരെ ബാഡ് ആയിട്ടും കൂടിയാണ്. കാരണം ന്യൂൺ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ക്യാരക്ടർ ഒരു ഹൂക്കില്ലാത്ത അല്ലെങ്കിൽ റൂട്ടഡ് അല്ലാത്തൊരു ക്യാരക്ടറൈസേഷൻ ആണ് ബാറ്റ്മാനെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്ന സിനിമകളിൽ. അപ്പൊ അത് അത്ര ഒരു കോമൺ ഓഡിയൻസിന് അപ്പീലിംഗ് ആയിട്ടായിരുന്നില്ല ഈ സിനിമകളുടെ ഒരു വരവെന്ന് പറയുന്നത്. ബാറ്റ്മാന്റെ ഏറ്റവും വലിയൊരു കാലഘട്ടം, ബാറ്റ്മാന്റെ ക്യാരക്ടറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു കാലഘട്ടമാണ് 2000 എന്ന് പറയുന്നത്. ഈ സമയത്ത് അമേരിക്കയുടെ ഹിസ്റ്ററി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 9/11 അറ്റാക്ക് കഴിഞ്ഞിട്ട് അമേരിക്ക ഭയങ്കര അൺസേർട്ടൺ ആയിട്ടുള്ള ഫിയറിലൂടെ ഒക്കെ പോകുന്നൊരു സമയമാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ജസ്റ്റിസ് ലീഗ് വരെയാണ്. ജസ്റ്റിസ് ലീഗില് ബാറ്റ്മാൻ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നു. അത് ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്ത് ആൾക്കാർ വെൽ അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ ജസ്റ്റിസ് ലീഗിൽ നമുക്കറിയാം ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം സൂപ്പർ പവേഴ്സ് ഉണ്ട്. പക്ഷെ ബാറ്റ്മാനെ അവിടെ വ്യത്യസ്തമാക്കിയിരുന്നത് അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹത്തിന് വളരെയധികം പ്ലാൻ ചെയ്യാൻ അറിയാം. ഏതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ഈവൻ ബാക്കിയുള്ള സൂപ്പർ ഹീറോസിന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസിനും ബാറ്റ്മാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിലൂടെ അവിടെ ഒരു മാജിക് സംഭവിക്കും. സോ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ എന്നിട്ടും ബാറ്റ്മാന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രോമിനൻസ് ഉണ്ട്, ഒരു ഡോമിനൻസ് ഉണ്ട്. അത് ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അപ്പൊ ആൾക്കാർ പറയുന്നത് ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഈ സമയത്ത് ഇറങ്ങിയ കോമിക്സും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഹഷ് എന്ന് പറയുന്ന ഒരു കോമിക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു സ്റ്റോറി ആയിരുന്നു. കാരണം ബാറ്റ്മാന്റെ ഇമോഷണൽ വൾനറബിലിറ്റിയെ വളരെയധികം അറ്റാക്ക് ചെയ്ത ഒരു വില്ലനായിരുന്നു ഹഷ്. ഹഷിന്റെ ഒരു പ്രത്യേകത, ഇത് ആരാണ്, ഈ ഒരു വില്ലൻ ആരാണെന്ന് ബാറ്റ്മാന് പോലും അറിയത്തില്ല. അയാൾ ഷാഡോയിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ആൻഡ് ഈ ഹഷ് ബാറ്റ്മാനെ അയാൾ ചെയ്ത കുറെ ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം ജോക്കറിനെ കൊണ്ടുവരുന്നുണ്ട്, പല വില്ലൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ബാറ്റ്മാനെ മെന്റലി ടോർച്ചർ ചെയ്ത് മെന്റലി ഡൗൺ ആക്കിയാണ് ഹഷ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് മറ്റൊരു മേജർ ആയിട്ടുള്ള സ്റ്റോറി അണ്ടർ ദ റെഡ് ഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അവിടെ ജേസൺ ടോഡ്, അതായത് നമ്മുടെ റോബിനെ ജോക്കർ മറ്റൊരു സ്റ്റോറിയിൽ കൊല്ലുന്നുണ്ട്. ഈ റോബിൻ തിരിച്ചു വരികയാണ്, റീബർത്ത് ആണ്. റീബർത്ത് വന്നിട്ട് ബാറ്റ്മാന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ജോക്കർ എന്നെ കൊന്നത് ഒരു ഇൻജസ്റ്റിസാ, എന്നിട്ടും എന്തുകൊണ്ടാണ് ബാറ്റ്മാൻ ജോക്കറിനെ ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തതെന്നല്ല, ബാറ്റ്മാൻ ഒരു എത്തിക്കലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അയാൾ കൊല്ലത്തില്ല അയാളുടെ വില്ലൻസിനെ. കൊല്ലുന്നത് അയാളുടെ റൈറ്റ് അല്ല എന്നാണ് ബാറ്റ്മാന്റെ വിശ്വാസം. ഈ കോർ വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യാണ് അണ്ടർ ദ റെഡ് ഹുഡ് എന്ന സ്റ്റോറിയിലൂടെ. 2006 മറ്റൊരു ഫേമസ് കോമിക് എന്ന് പറയുന്നത് ബാറ്റ്മാൻ ആൻഡ് സൺ എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് ഡാമിയൻ വെയിൻ എന്ന് പറയുന്ന ബാറ്റ്മാന്റെ സണ്ണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാറ്റ്മാൻ ഇത്ര നല്ലൊരു ഹീറോ ഫിഗർ ആണെങ്കിൽ ഒരു ഫാദർലി അഫെക്ഷനും കൂടെ കൊടുക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരുന്നു. പിന്നീട് വരുന്നത് ബാറ്റ്മാൻ RIP എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റോറി നമുക്ക് വായിക്കുമ്പോൾ റിയലി നമുക്കൊരു ഭയങ്കര പത്തറ്റിക് സിറ്റുവേഷനിലൂടെ ബാറ്റ്മാൻ പോകുന്നതായിട്ട് മനസ്സിലാവും. ഒരു ഡാർക്ക് അസോസിയേഷൻ, ബ്ലാക്ക് ഗ്ലവ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ബാറ്റ്മാനെ പിടിച്ചോണ്ട് പോവുകയും അയാളെ ഡ്രഗ് ചെയ്യുകയും അയാളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ മെമ്മറീസ് ഇറേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അയാളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നീട് വരുന്നത് ഫൈനൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു കോമിക് സ്റ്റോറിയാണ്. ഇതിൽ ഡാർക്ക്മാൻ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഗോഡ് ലൈക്ക് ക്രിയേച്ചറിനെയാണ്. അവിടെയും ഈ ഗോഡ് ലൈക്ക് ക്രിയേച്ചറിനെ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് വരികയും ബാറ്റ്മാൻ മരിക്കുന്നതായിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ കോമിക് സ്റ്റോറിയിൽ കാണിക്കുന്നത്. പിന്നീട് വന്ന 2 കോമിക് സ്റ്റോറീസിലും ബാറ്റ്മാന്റെ പ്രസൻസ് ഇല്ല, ഓൾമോസ്റ്റ് ഡൈ ആയി, ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനി ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ ആ ഒരു ഇറയിൽ സംഭവിക്കുന്നത്. 2005 ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറെ റീഇൻവെന്റ് ചെയ്തു എന്ന് തന്നെ പറയണം. ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു കോമിക് ഫാന്റസി ഹീറോയിൽ നിന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള, ബിലീവബിൾ ആയിട്ടുള്ള, സൈക്കോളജിക്കലി ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ബാറ്റ്മാനെയാണ് നമ്മുടെ മുന്നിൽ ട്രിലജി ആയിട്ട് ക്രിസ്റ്റഫർ നോളൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്ത്യൻ ബെയിൽ കൂട്ടുകെട്ട് ഒരു സക്സസ് തന്നെയായിരുന്നു, അതിലൊരു സംശയവും ഇല്ല. ഫസ്റ്റ് ഫിലിമാണ് ദ ബാറ്റ്മാൻ ബിഗിൻസ്. ആൻഡ് ഇതിൽ ക്രിസ്റ്റഫർ നോളൻ പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്മാന്റെ ഒറിജിൻ തൊട്ടേ ആൾക്കാരുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. ആരാണ് ബ്രൂസ് വെയിൻ, എന്താണ് പേരൻസിന് സംഭവിച്ചത്, ചൈൽഡ്ഹുഡിലുണ്ടായ ട്രോമയിൽ നിന്ന് എങ്ങനെയാണ് ബാറ്റ്മാനിലേക്കുള്ള കൺവേർഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് ബാറ്റ്മാൻ ഒരു ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട്. റാസൽ ഗുല എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആളുടെ നിന്ന് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുന്നു. ആ ഗ്രൂപ്പിന്റെ എയിം ശരിയല്ല എന്ന് അറിയുമ്പോൾ സ്വന്തമായിട്ട് മാറി
ഗോതം സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യണം, ഒരു 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 സേവിയർ ആണ്, ആ സിറ്റിയുടെ സേവിയർ ആണെന്ന റിയലൈസേഷനിൽ ഗോതമിലേക്ക് വരുന്നതായിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 3 വർഷങ്ങൾ കഴിയുമ്പം ദ ഡാർക്ക് നൈറ്റ് എന്ന സെക്കൻഡ് പാർട്ടുമായിട്ട് ക്രിസ്റ്റഫർ നോളൻ വരുമ്പോൾ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആവുകയാണ്. ബാറ്റ്മാൻ, നമ്മുടെ കമ്മീഷണർ, അതുപോലെ തന്നെ ഹാർവി ഡെന്റ്, ഇവർ 3 പേരും ഒരുമിച്ച് നിന്ന് ഗോതം സിറ്റിയുടെ ഇൻജസ്റ്റിസിനെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ദ ഗ്രേറ്റസ്റ്റ് വില്ലന്റെ എൻട്രി, ജോക്കർ. ജോക്കർ ആ ക്യാരക്ടർ, നമ്മൾ ജോക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരുപാട് പേര് അനലൈസ് ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന ഒരു സിനിമ ഇതാണ്. കാരണം ജോക്കറിന് ഒറ്റ എയിമേ ഉള്ളൂ, ബാറ്റ്മാനെ കൊണ്ട് സമ്മതിപ്പിക്കണം ഈ വേൾഡ് ഇൻജസ്റ്റിസ് ആണ്, അയാൾ അനുഭവിച്ച ഇൻജസ്റ്റിസ് അത് അയാളുടെ മാത്രമല്ല ഈ വേൾഡിന്റെ മിറർ അതാണ്. ഈ ആൾക്കാരെല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മോൺസ്റ്റേഴ്സ് ആവും, സാധാരണയായിട്ടുള്ള ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ജോക്കർ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഒരുപാട് ടെസ്റ്റിലൂടെ ബാറ്റ്മാനെ കൊണ്ടുപോകുന്നുണ്ട്. ദ പവർഫുൾ വില്ലനാണ്. ആൻഡ് ഈ സ്റ്റോറിയുടെ അവസാനം നമുക്ക് മനസ്സിലാവും ബാറ്റ്മാൻ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് ഈ ഹാർവി ഡെന്റിന്റെ മരണവുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരുന്നു. ആൾക്കാർക്ക്, ഗോതം സിറ്റിയിലുള്ള ആൾക്കാർക്ക് ബാറ്റ്മാനിലുള്ള ട്രസ്റ്റ് പോകുന്നു. ബാറ്റ്മാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അയാൾക്ക് ആ പ്ലേസ് ലീവ് ചെയ്യേണ്ടി വരുന്ന, ഡിസപ്പിയർ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഡൗൺഫോൾ വരാം, അയാൾക്കും ഫെയിലിയേഴ്സ് വരാം എന്ന് ക്രിസ്റ്റഫർ നോളൻ ആൾക്കാരെ മനസ്സിലാക്കിപ്പിച്ച പിക്ചറൈസേഷനിലൂടെ, വിഷ്വലിലൂടെ കാണിച്ചു തന്നൊരു സിനിമയാണ് ഈ സെക്കൻഡ് ഫിലിം. അങ്ങനെ മിസ്അണ്ടർസ്റ്റുഡ് ആയി നാട് വിട്ടു പോകേണ്ടി വരുന്ന ബാറ്റ്മാൻ തിരിച്ചു വരികയാണ് ദ ട്രിലജിയുടെ തേർഡ് പാർട്ടിലൂടെ, ഡാർക്ക് നൈറ്റ് റൈസസ്. 2012 റിലീസ് ചെയ്ത ഈ ഫിലിമിലൂടെ നോളൻ നമുക്ക് കാണിച്ചു തരികയാണ് ഒരു എൻഡ് ഉണ്ട്. ബാറ്റ്മാന്റെ ക്യാരക്ടറിന് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് ഒരു നമുക്ക് കാണുന്ന ഓഡിയൻസിന് ഓക്കെ ഇതിനൊരു ഒരു ഒരു അവസാനം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ 8 years ഒരു ആക്ടിവിറ്റി ഇല്ല, അയാൾ എവിടെയോ ഡിസപ്പിയർ ആയിരുന്നു. പക്ഷെ ബെയിൻ എന്ന, ഞാൻ മുമ്പേ കോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബെയിൻ എന്ന മെയിൻ വില്ലൻ വരുന്നു. ഈ വില്ലനെ ഫൈറ്റ് എന്ന് പറയുന്നത് നിസ്സാരമല്ല, ജോക്കറിന്റെ അതേ എക്സ്ട്രീം ലെവലിൽ തന്നെയാണ് ബെയിനും വർക്ക് ചെയ്യുന്നത്. ബെയിൻ ആദ്യത്തെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നോക്കുമ്പോൾ ബെയിൻ ബാറ്റ്മാനെ തോൽപ്പിക്കുകയാണ്, ഡിസ്ട്രോയ് ചെയ്തിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ പെട്ടിലേക്ക് ബാറ്റ്മാനെ തള്ളിയിടുന്നു. അവിടുന്ന് കരകയറി വരാൻ പറ്റത്തില്ല. പക്ഷെ ഒരു റീബർത്ത് പോലെ ബാറ്റ്മാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ബെയിനെ അറ്റാക്ക് ചെയ്യുന്നു, ഗോതം സിറ്റിയെ പീസ്ഫുൾ ആക്കുന്നു. സോ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ട്രിലജി മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു എവല്യൂഷൻ മനസ്സിലാക്കാൻ ഇതിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി വേറെ ഇല്ല. ഇപ്പം നോളൻ നമുക്കൊരു കൺക്ലൂഷൻ, ഒരു ക്ലാരിറ്റി തന്നു ബാറ്റ്മാൻ എന്താണെന്നും ഈ ക്യാരക്ടർ ആരാണെന്നും ഇതിന്റെ ഹ്യൂമൻ ലെവൽ എന്താണെന്നും ഉള്ളത്. ഇനി ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയ മൂവിയാണ് ദ ബാറ്റ്മാൻ, മാറ്റ് റീവ്സ് ചെയ്യുന്ന പടം. ഈ സിനിമയില് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലെ ഡിറ്റക്റ്റീവ് ആയിരുന്ന ഒരു ബാറ്റ്മാൻ, ആ ഒരു മിസ്റ്റീരിയസ് ഡിറ്റക്റ്റീവ് എലമെന്റ് കുറെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത്. 2022 ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ പെർട്ടിക്കുലർ സിറ്റിയിലുള്ള കുറെ കറപ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് മരിക്കുന്നു. ഒരു വില്ലൻ ഉണ്ട്, അയാള് കുറെ റിഡിൽസ് കൊടുക്കാണ് ബാറ്റ്മാനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ റിഡിൽസ് കൊടുക്കുന്നു. അത് സോൾവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബാറ്റ്മാൻ വീണ്ടും നമ്മുടെ കമ്മീഷണർ ഗോർഡന്റെ കൂടെ ചേർന്നിട്ട് ഒരു പീസ് റെസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ സിനിമയ്ക്ക് മറ്റൊരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് മൂവി. ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കും, നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് ആൽഫ്രഡിൻ്റെത്. ആൽഫ്രഡ് ബാറ്റ്മാനെ സംബന്ധിച്ച് ഒരു മെൻറ്ററായിട്ടും ഒരു ഫാദർലി ഫിഗർ ആയിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ടും ഒക്കെ മിക്കവാറുള്ള എല്ലാ ക്രിയേറ്റേഴ്സും ഈ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ നമ്മുടെ മോഡേൺ ബാറ്റ്മാൻ നമ്മൾ വന്ന് നിൽക്കുമ്പോഴും ഈ ക്യാരക്ടറിന്റെ റെലവൻസിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല. 1943 ജസ്റ്റ് ഒരു ബട്ട്ലറായിട്ട് ഈ ബാറ്റ്മാന്റെ കഥാപാത്രത്തിൽ ജോയിൻ ചെയ്യുന്നതാണ് ഈ ക്യാരക്ടർ. പക്ഷെ ഇന്ന് ആ ക്യാരക്ടറിന്റെ എവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഹി സംതിങ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്റ്മാന്റെ ഒരു മൂവിയോ ഒരു സീരീസോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ കാണുമ്പോൾ നമുക്ക് മിസ്സാക്കാൻ പറ്റത്തില്ലാത്തൊരു ക്യാരക്ടറായിട്ട്
അദ്ദേഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിന്റെ ഒരു എവല്യൂഷനാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. ഇതൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് അല്ല. എനിക്ക് സാധിക്കുന്നത് പോലെ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഇയർ വൈസ് ഡിവിഷൻ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഹിസ്റ്ററിയാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ബാറ്റ്മാനെ കുറിച്ചുള്ള തോട്ട്സ് നിങ്ങൾ കോമെന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.